വനം വകുപ്പ് ഓഫീസുകൾക്ക് മുമ്പിലേക്ക് സിപിഎമ്മും കർഷക സംഘവും നടത്തുന്ന സമരങ്ങൾ പ്രഹസനമെന്ന് കെപിസിസി സെക്രട്ടറി എം.എൻ. ഗോപി. മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ വനംവകുപ്പിന്റെ ഗൂഢനീക്കമുണ്ട്. വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ സൈലന്റായി കുടിയൊഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും യാതൊരുവിധ ഇടപെടലും നടത്താത്ത വനംവകുപ്പിന്റെ നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങൾ ഇന്ന് വനാതിർത്തി വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇത് വളരെ ബോധപൂർവം വനാതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഭാഗമായിട്ടാണ് ഇതുപോലെ വന്യമൃഗാക്രമണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത്. മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇപ്പോൾ 3 ദിവസം കൊണ്ട് 4 ആളുകൾ തിരുവനന്തപുരത്തും ഇടുക്കിയിലും വയനാട്ടിലുമായി 4 ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് 4-5 ലക്ഷം രൂപ കൊടുത്ത് ഈ വിഷയങ്ങളെയൊക്കെ നിസാരവൽക്കരിക്കുന്ന സമീപനമാണ് കാണുന്നത്. ഇപ്പൊ CPM-ന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഓഫീസുകൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് എത്ര പരിഹാസ്യമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് തന്നെ ഒരു വകുപ്പാണ് വനം വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വനം വകുപ്പിനെ അതൊരു പ്രത്യേക ഭാഗമാക്കി കണ്ടുകൊണ്ട് രാഷ്ട്രീയപരമായി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരപ്രഖ്യാപനം. ഇവിടെ സമരമല്ല, ഇവിടെ നടപടിയാണ് വേണ്ടത്. ഈ നാട്ടിൽ ഇനി ഒരു കാട്ടാന ആക്രമണത്തിലോ വന്യമൃഗ ആക്രമണത്തിലോ ഒരു ജീവൻ പോലും പൊഴിയാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ചെയ്യേണ്ടവർ ഇന്ന് സമരവുമായി വരുന്ന അപഹാസ്യമായ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇതൊക്കെ വളരെ ബോധപൂർവം വനവൽക്കരണം, വനമേഖലയുടെ വിസ്തൃതി കൂട്ടുകയും വനമേഖലയുമായി അടുത്ത് കിടക്കുന്ന വന അതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ ആ ഭാഗത്തു നിന്നും കുടിയൊഴിപ്പിക്കുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള കുടിയൊഴിപ്പിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.